കോടീശ്വരന്മാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ദുബായ് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. ഇത് റീസെന്റ് വന്നൊരു കണക്കാണ്. അതായത് 2025 ജൂൺ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം ദുബായിൽ 86,000 കോടീശ്വരന്മാർ താമസിക്കുന്നുണ്ട് അത്രേ. എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന നഗരമായി ദുബായ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ റീജിയനിൽ ലണ്ടൻ, പാരീസ്, മിലാൻ എന്നീ നഗരങ്ങൾക്ക് ശേഷമാണ് ദുബായ് ഈ ഒരു കാറ്റഗറിയിൽ 4ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. ദ റേസ് ഓഫ് ദുബായ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നതനുസരിച്ചാണ് ദുബായിൽ നിലവിൽ 86,000 കോടീശ്വരന്മാർ താമസിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ ഈ കോടീശ്വരന്മാർ എന്ന ആ ടൈറ്റിലിനുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $10 ലക്ഷം അതിലധികമോ ആസ്തിയുള്ള ആളുകൾ. പിന്നെ ഈ പോക്ക് പോവുകയാണെങ്കിൽ 2040 ആകുമ്പോഴേക്കും ഈ വിഭാഗത്തിൽ ദുബായ് 1ാം സ്ഥാനത്ത് എത്തുമെന്നാണ് സൂചനകൾ. യിൽ നിന്ന് ഇന്ത്യ അടക്കമുള്ള വിവിധ നഗരങ്ങളിലേക്കുള്ള വിമാന നിരക്ക് കുത്തനെ കുറഞ്ഞു, ഈ വർഷത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിലെ വാസ്തവം എന്താണെന്നൊന്ന് നോക്കാം. സംഭവമൊക്കെ ശരിയാണ്. സെപ്റ്റംബർ മാസം പകുതിയോടടുക്കുമ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് യിൽ താമസക്കാരൊക്കെ യാത്രകൾ അവസാനിപ്പിച്ച് ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഈ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞതും വിമാന ഇന്ധന ചെലവിൽ കുറവ് വന്നതുമൊക്കെ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മറ്റ് പല രാജ്യങ്ങളിലേക്കുമുള്ള വിമാന ടിക്കറ്റുകളുടെ നിരക്ക് കുറഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചുള്ള വെല്ലുവിളി, കേരളത്തിൽ നിന്ന് തിരിച്ച് യിലേക്കുള്ള വിമാന ടിക്കറ്റിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ഇരട്ടിയോളം തന്നെ മടക്കയാത്രയ്ക്കായി നൽകേണ്ടി വരുന്നു എന്നുള്ളൊരു അവസ്ഥ തുടരുകയാണ്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും ടിക്കറ്റ് നിരക്കിൽ കുറവ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ IIT ഡൽഹിയുടെ അബുദാബി ക്യാമ്പസ് സന്ദർശിച്ചു. അടൽ ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം PhD, BTech തുടങ്ങിയ കോഴ്സുകളുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ക്യാമ്പസ് ഇവിടെ സാധ്യമാക്കിയതിനും യിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് നൽകുന്ന ഒരു പരിഗണനയ്ക്കും പിന്തുണയ്ക്കുമൊക്കെ അഡക് ചെയർപേഴ്സൺ സാറ മുസല്ലയോട് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു. ലുലു ഗ്രൂപ്പ് യിൽ മാതൃകാപരമായി സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ്. യുടെ സുസ്ഥിര ലക്ഷ്യങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് പോസിറ്റീവ് സീറോ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ലുലു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു സംരംഭം ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ലുലുവിന്റെ വിവിധ സെന്ററുകളിൽ സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ദുബായ് അൽവർക്ക, ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, റാഷിദിയ ലുലു, ദുബായ് റീജിയണൽ ഓഫീസ് തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് ഇതിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,000 ടൺ കാർബൺ ബഹിർഗമനം ഇതിലൂടെ കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ നേട്ടം. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ, 2025 സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച.